പ്രിയമുള്ളവരെ, നോമ്പിൻ്റെ 9-ാം ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ ദിവസം നമുക്ക് ഒരു പക്ഷെന്നുണ്ടെങ്കിൽ ഈ ഒരാഴ്ചയോളം നമ്മൾ നോമ്പെടുത്ത് പ്രാർത്ഥിച്ചു. ചില ആളുകൾക്കൊക്കെ ഒരു പക്ഷെന്നുണ്ടെങ്കിൽ വീണു പോകാൻ, പിന്നോട്ട് പോകാൻ, പിന്മാറ്റത്തിലേക്ക് പോകാൻ ഒരു സാധ്യത ഉണ്ടായിട്ടുണ്ടാകാം. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ദിവസത്തിൻ്റെ സന്ദേശം. വീണുപോയവർ സങ്കടപ്പെടരുത്. നോമ്പനുഷ്ഠിക്കാൻ കൃപയോടെ, അഭിഷേകത്തോടെ ആത്മീയ പുരോഗതി നേടാൻ പറ്റാതെ പോയവരുണ്ടാകാം. ഒരുപക്ഷെ താമസിച്ചു തുടങ്ങിയവരുണ്ടാകാം. ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും നമുക്കറിയാം, ഇത് പോരാട്ടത്തിൻ്റെ ദിവസങ്ങളാണ്. ശത്രു അടങ്ങിയിരിക്കില്ല. ശത്രു പ്രബലൻ തന്നെയാണ്. പക്ഷേ അവൻ ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയാണ്. ദൈവത്തിനാണ് സുപ്രീം അതോറിറ്റി. അവിടുത്തെ കരങ്ങളിൽ എല്ലാം സുരക്ഷിതമാണ്. അതുകൊണ്ട് പിശാചിനെ ഭയപ്പെടേണ്ടതില്ല. അവൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് നമുക്ക് ശ്രദ്ധയുണ്ടായാൽ മതി. ഈ പോരാട്ടത്തിൽ അങ്ങനെ ഒരു പക്ഷെന്നുണ്ടെങ്കിൽ ആ തന്ത്രങ്ങളെക്കുറിച്ച് വേണ്ടുന്നത്ര ശ്രദ്ധയില്ലാതെ വീണുപോയ ആളുകളുണ്ടാകാം. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ സുവിശേഷം. വീണ്ടും നമ്മൾ മർക്കോസിലേക്കാണ് വരുന്നത്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ എന്താണ് സുവിശേഷം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു നല്ല പാഠമുണ്ട്. എന്താണ് സുവിശേഷം? നമുക്കറിയാം, ഈശോ വന്നത് വീണുപോയവർക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ വന്നിരിക്കുന്നത് പാപികളെ വിളിക്കാനാണ്, നീതിമാന്മാരെ വിളിക്കാനല്ല എന്ന് ഈശോ വ്യക്തമാക്കുന്നുണ്ട്. പാപികൾക്കുള്ളതാണ് സുവിശേഷം. അപ്പോൾ ഈ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 32-ാം വാക്യത്തിൽ നമ്മൾ കൃത്യമായി വായിക്കുന്നുണ്ട്. എന്താണ് സുവിശേഷം? എന്താണ് സുവിശേഷമെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ മതി, നല്ല കള്ളനോട് പോയി ചോദിക്കുക, അവൻ പറയും എന്താണ് സുവിശേഷം. നല്ല കള്ളനോട് ചോദിക്കുക, അവൻ പറയും എന്താണ് സുവിശേഷമെന്ന്. ഈ നല്ല കള്ളൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഈ നല്ല കള്ളൻ വലതുവശത്തെ കള്ളനാണ്, ഈശോയോട് ഒപ്പം ക്രൂശിക്കപ്പെട്ടവനാണ്. അവനെക്കുറിച്ച് ബൈബിൾ നല്ലതായിട്ടാണ് ചിത്രീകരിക്കുന്നത്. എന്നാൽ മർക്കോസ് ഈ നല്ല കള്ളനെയും ചിത്രീകരിക്കുന്നത് അത്ര നല്ലതായിട്ടല്ല. നമ്മളിങ്ങനെ വായിക്കുന്നു, മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 32-ാം തിരുവചനം. ഞങ്ങൾ കണ്ടു വിശ്വസിക്കുന്നതിന് വേണ്ടി ഇസ്രായേലിൻ്റെ രാജാവായ ക്രിസ്തു ഇപ്പോൾ കുരിശിൽ നിന്നിറങ്ങി വരട്ടെ. ഈശോയെ കുരിശിൽ തറച്ചിട്ട് ചുറ്റും നിന്നവർ ആക്രോശിക്കുകയാണ്. ഞങ്ങൾ കണ്ടു വിശ്വസിക്കുന്നതിന് വേണ്ടി ഇസ്രായേലിൻ്റെ രാജാവായ ക്രിസ്തു ഇപ്പോൾ കുരിശിൽ നിന്നിറങ്ങി വരട്ടെ. അടുത്ത വചനം, അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ടവരും അവനെ പരിഹസിച്ചു. അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ടവരും, രണ്ടുപേരും എന്ന് പറഞ്ഞാൽ ഈശോയുടെ ഇടത്തുവശത്തെ കള്ളനും ഈശോയുടെ വലത്തുവശത്തെ കള്ളനും ഒരുപോലെ കർത്താവിനെ പരിഹസിച്ചു. ഒരുപോലെ പരിഹസിച്ചു. അപ്പോൾ രണ്ടുപേരും തുല്യ തെറ്റുകാരാണ്. രണ്ടുപേരും തുല്യ തെറ്റുകാരാണ്. രണ്ടുപേരും കുറ്റക്കാരാണ്. ഈശോയെ പരിഹസിച്ചവരാണ്. ചുറ്റും നിന്നവരും പരിഹസിച്ചു. അപ്പോൾ ഇവരുടെ ഗ്രൂപ്പിൽപ്പെട്ട് കള്ളന്മാരും വേദനയ്ക്കിടയിലും അറിയാവുന്നതെറിയെല്ലാം കർത്താവിനെ വിളിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കള്ളന്മാരാണ്. കള്ളന്മാരായതുകൊണ്ട് മോഷണമുണ്ടെന്നുണ്ടെങ്കിൽ തെറിവിളി ഉണ്ടാകും. തെറിവിളി ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരോട് വെറുപ്പ് സമ്പാദിച്ചിട്ടുണ്ടാകും, അടിയുണ്ടായിട്ടുണ്ടാകും, കലഹമുണ്ടായിട്ടുണ്ടാകും, മദ്യപിച്ചിട്ടുണ്ടാകും. ആകപ്പാടെ ജീവിതം കുത്തഴിഞ്ഞു പോയ രണ്ടുപേരും. മരണത്തിൻ്റെ വക്കിലും അവർ ദൈവപുത്രനെ പരിഹസിക്കുന്നുണ്ട്. പക്ഷേ അവസാന നിമിഷം വരെയും പരിഹസിച്ചും നിന്ദിച്ചും പഴി പറഞ്ഞും പേ പറഞ്ഞും ജീവിച്ച ഈ മനുഷ്യൻ പക്ഷേ എങ്ങനെ സ്വർഗത്തിലെത്തി? എങ്ങനെ അയാൾ പറുദീസായിലെത്തി? ഇതിൻ്റെ പേരാണ് സുവിശേഷം. എന്താ സംഭവിച്ചത് ഇവിടെ? സംഭവിച്ചത് ഇങ്ങനെയായിരിക്കും. ഇവനിങ്ങനെ തെറിയൊക്കെ വിളിച്ച് ഈശോയും പരിഹസിച്ച് നിന്ദിച്ച് കുറ്റപ്പെടുത്തിയൊക്കെ കിടക്കുന്നതിനിടയിലും ഈശോയെ അവനൊന്ന് നോക്കിയിട്ടുണ്ടാവും. നോക്കുമ്പോൾ ഈശോ എന്തോ പ്രാർത്ഥിക്കുകയാണ്. ഈശോ പ്രാർത്ഥിക്കുകയാണ്. ഇത്രമേൽ തകർത്ത് കളയുന്ന ആ മനുഷ്യൻ, ഇത്രമേൽ അടിച്ച് തകർത്ത് കൊത്തി നുറുക്കി തൂക്കിയിട്ടിരിക്കുന്ന മനുഷ്യൻ എന്താണ് പറയുന്നത്? അയാൾ കാതോർത്തപ്പോൾ, ചെവി വട്ടം പിടിച്ചപ്പോൾ അയാൾക്ക് മനസ്സിലായി, തന്നെ തല്ലിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ദൈവപുത്രൻ. തന്നെ അടിച്ചവർക്ക് വേണ്ടി, പിതാവേ അറിയാത്തത് കൊണ്ട് ക്ഷമിക്കണേ, പിതാവേ അവരോട് ക്ഷമിക്കണേ, നീ കുറ്റം ആരോപിക്കല്ലേ. ഈ പ്രാർത്ഥന നല്ല കള്ളനെ മാനസാന്തരപ്പെടുത്തി. ഈ പ്രാർത്ഥന കേട്ടപ്പോൾ അതുവരെ തെറി വിളിച്ചുകൊണ്ടിരുന്നവൻ നിന്നിട്ട് ഒറ്റ നിമിഷം കൊണ്ട് ഇങ്ങനൊന്ന് പ്രാർത്ഥിച്ചു, അങ്ങനെയെങ്കിൽ എന്നെയും കൂടെ ഓർത്തോണേ ഒന്ന്. ഇത്രയേ ഉള്ളൂ ഇയാൾ ചെയ്ത ആകെപ്പാടെയുള്ള സുഹൃതം.
ഒറ്റ വാക്ക്, അങ്ങനെയെങ്കിൽ എന്നെയും കൂടെ ഒന്ന് ഓർത്തോണേ. വേദനയ്ക്കിടയിൽ മുഖം തിരിച്ച് ഈശോ അവനെ നോക്കി പറയുകയാണ്, ഇന്ന് നീ എന്നോടുകൂടി പറുദീസായിലിരിക്കും, ഇന്ന് നീ എന്നോടുകൂടി പറുദീസായിലുണ്ടായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ പേരാണ് സുവിശേഷം. ഇങ്ങനൊരു ദൈവമുണ്ട്. നീ എത്ര ദൈവത്തെ നിന്ദിച്ചാലും അവസാനം ഒരൊറ്റ വാക്ക്, എൻ്റെ ദൈവമേ എന്ന് മനസ്സ് തുറന്നൊന്ന് വിളിച്ചാൽ ഈ ദൈവം നിനക്ക് വേണ്ടി കാത്തിരിക്കും. പറുദീസായിൽ നിനക്ക് വേണ്ടി അവൻ കാത്തിരിക്കും, നിന്നെ വീണ്ടെടുക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലത്ത് ആരെങ്കിലും ഇടറിപ്പോയിട്ടുണ്ടെങ്കിൽ, ക്ഷീണിച്ചു പോയിട്ടുണ്ടെങ്കിൽ, വീണു പോയിട്ടുണ്ടെങ്കിൽ സങ്കടപ്പെടരുതേ. അനുതാപത്തോടെ ഒന്ന് വിളിക്കണം. ഈ നോമ്പുകാലം കൂടുതൽ അഭിഷേകത്തോടെ, കൃപയോടെ നിനക്ക് വേണ്ടി പറുദീസ തുറന്നു തരുന്ന ഒരു ദൈവപുത്രനുണ്ട്. വിശ്വസിക്കണം, വിശ്വസിക്കണം, ഇങ്ങനൊരു ദൈവം ഉണ്ട്. അപ്പോൾ ഈ നോമ്പ് കൂടുതൽ കൃപയോടെ, മിഴിവോടെ നോക്കാൻ നമുക്കാകും. അനുതാപം കർത്താവ് നമുക്ക് തരുന്ന വലിയൊരു വരമാണ്. ആ വരത്തിന് വേണ്ടി ആഗ്രഹിക്കാം. ഈശോ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.